ഞാൻ എൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിലെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് 1988 എൻ്റെ 18ാമത്തെ വയസ്സിലാണ്. അന്ന് അതിനുശേഷം ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളത് എൻ്റെ ഒരു പാഷൻ ആയതുകൊണ്ട് തന്നെ കുറേയധികം കാര്യങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാനായിട്ട്. പക്ഷേ നമുക്കറിയാം അന്ന് ഓൺലൈനായിട്ടോ അതുപോലെയുള്ള ഇന്നത്തെ പോലെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ട്രയൽ ആൻഡ് എററിലൂടെ ആണ് പഠിച്ചത്. അപ്പോൾ പലപ്പോഴും നമുക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ഇല്ലാതെ ഇരുന്നതുകൊണ്ട് കുറേയധികം അബദ്ധങ്ങൾ ആദ്യം പറ്റിയിട്ടുണ്ട്. അതിനെല്ലാം കറക്റ്റ് ചെയ്ത് പിന്നീടാണ് ആ ഒരു വെൽത്ത് ക്രിയേഷൻ എന്നുള്ള ഒരു പ്രോസസ്സിലേക്ക് വരാനായിട്ട് സാധിച്ചത്. അതിന് കുറേയധികം വർഷങ്ങളെടുത്തു. ആ എക്സ്പീരിയൻസിൽ നിന്നും എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതും എന്തൊക്കെ സ്റ്റെപ്പുകൾ ചെയ്യണമെന്നുള്ളതും അതിൽ നമുക്കറിയാം ഇപ്പോഴത്തെ ഞങ്ങളുടെ ഒരു ഡയമണ്ട് പിക് സീരീസ് എന്നുള്ള വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആ സീരീസിലൂടെ നമുക്കറിയാം ഒരു കോടിയിലധികം പോർട്ട്ഫോളിയോ എത്തിയ പലരും നമ്മൾക്ക് നമ്മുടെ ക്ലയൻസ് ആയിട്ടുള്ളവരുണ്ടല്ലേ. അപ്പോൾ അവരൊക്കെ അവരുടെ എക്സ്പീരിയൻസ് എന്നുള്ളതും എങ്ങനെയാണ് ആ ഒരു കോടി എന്നുള്ളൊരു പോർട്ട്ഫോളിയോയിലേക്ക് അവരെത്തിയതെന്നുള്ളതും ഇനി അവർക്ക് എങ്ങനെയാണ് അത് അവരുടെ അടുത്ത ഒരു ടാർഗറ്റായിട്ടുള്ള ഒരു 10 crores അത് ഗ്രോ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസോട് കൂടിയിട്ടുള്ളൊരു പുസ്തകം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആദ്യത്തെ ബുക്കാണ്. ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും എൻ്റെ തിരക്കുള്ള ഈ ഷെഡ്യൂളിനിടയിൽ എനിക്ക് സാധിക്കാറില്ല. പക്ഷേ കഴിഞ്ഞൊരു വർഷം ഇതിനു വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്ത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഇത് റിലീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആമസോണിലെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് ബുക്കായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഈ ക്രിയേറ്റ് വെൽത്ത് വിത്ത് കോൺഫിഡൻസ് എന്നുള്ള ഈ ബുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആർക്കെങ്കിലും ഇത് സബ്സ്ക്രൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആമസോണിൽ നിന്നും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.